ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് കുളി കഴിഞ്ഞാൽ ഉടൻ ഈ പറയുന്ന ഒരു കാര്യം ചെയ്താൽ ഭഗവാൻ മഹാവിഷ്ണു നിങ്ങളുടെ ജീവിതത്തിലെ സർവ കഷ്ടപ്പാടുകളും സർവ ദുരിതങ്ങളും ഭഗവാൻ അടിമുടി സമൂലം ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും മാറ്റിത്തരും എന്നുള്ളതാണ്. അപ്പോൾ അതെന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ കുടുംബത്തിലെ ജീവിതത്തിലെ സകല ദുരിതങ്ങളെയും ഭഗവാൻ മഹാവിഷ്ണു മാറ്റിത്തരുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം പണം എങ്ങനെ സൂക്ഷിക്കണം, നമ്മളുടെ കയ്യിൽ പണം എങ്ങനെ സൂക്ഷിക്കണം, അതിന് ചില രീതികളുണ്ട്. അത് പറഞ്ഞു തരുന്നുണ്ട്. അത് ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം നിങ്ങൾ വീഡിയോ മുഴുവൻ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും. അവിടെ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അതും കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. പഴയ വർക്കുകൾ കുറേ പെൻഡിങ് ഉണ്ട്, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെയാണ് ആ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ട്, അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാഹചര്യം പറഞ്ഞത്. ഇനിയും വിഷയത്തിലേക്ക് വരികയാണ്. രാവിലെ ഉണർന്ന ഉടൻ കുളി കഴിഞ്ഞ് കുളിമുറിയിൽ നിന്നല്ല വെളിയിൽ വന്ന് വിളക്ക് കത്തിക്കുന്നിടത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റ് ഔട്ടിലോ അല്ലെങ്കിൽ പൂജാമുറിയിലോ വിളക്ക് കത്തിക്കുന്നിടത്തോ എവിടെ നിന്ന് വേണമെങ്കിൽ ചെയ്യാം. കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് നിങ്ങളുടെ കൈവിരലുകൾ ഈ രീതിയിൽ വെച്ച് കണ്ടല്ലോ ഇങ്ങനെ വെച്ച് ചേർത്ത് വെക്കണ്ട, ഇങ്ങനെ വെച്ചാൽ മതി. ഇങ്ങനെ വെച്ച് നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ട, അല്പം മുന്നോട്ട് കയറ്റി നെഞ്ചിന് നേരെ പിടിക്കുക. കണ്ടല്ലോ, പിടിച്ച ശേഷം ഓം നമോ നാരായണായ എന്ന മന്ത്രം 1 മിനിറ്റ് ജപിക്കുക. ഇടത് കാല് മുന്നോട്ട് വെച്ചിരിക്കണം. ഇത് കൃത്യം 21 ദിവസം തുടർച്ചയായിട്ട് ചെയ്താൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സമൂലമായ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നും ജപിക്കാം. ഒരു 21 ദിവസം ശരിയായിട്ട് മനസ്സിലാക്കി ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി ചെയ്താൽ തന്നെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളിലേക്ക് വരും. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ജപിക്കുക, ദിവസവും ജപിക്കാം. അപ്പോൾ ഇതിൻ്റെ പുറകിലെ രഹസ്യം ഞാൻ പറഞ്ഞുതരാം. അതായത് എന്തുകൊണ്ടാണ് ഓം നമോ നാരായണായ പറഞ്ഞത്, ആ മന്ത്രത്തിൻ്റെ രഹസ്യം എന്താണ്? അപ്പോൾ അത് ഓം നമോ നാരായണായ എന്ന് പറഞ്ഞാൽ അത് അഷ്ടാക്ഷരമാണ്, 8 അക്ഷരങ്ങളാണ്. അതിൻ്റെ അകത്ത് ശ്രദ്ധിച്ചോളുക. ഓം ന മോ ന ര യ ന യ 8 അക്ഷരം വരികയാണ്. 8 അക്ഷരമാണ് ഓം നമോ നാരായണായ. അപ്പം അതിൽ ഓം എന്ന ബീജം ആ 8 അക്ഷരത്തിനകത്ത് വരുന്നുണ്ട്. ഓമും കൂടെ ചേർത്താണ് 8 അക്ഷരം വരുന്നത്. അതാണ് ഈ മന്ത്രത്തിൻ്റെ ഏറ്റവും ശക്തിയും. ആ മന്ത്രത്തിനകത്ത് ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ് ഓം എന്ന ബീജം. ഓൾറെഡി ആ മന്ത്രത്തിനകത്ത് ഓം എന്ന ബീജം ഉണ്ട്. അത് പ്രത്യേകം ചേർക്കേണ്ട ആവശ്യമില്ല. അത് ആ ഓമൂടെ ചേർത്താണ് 8 അക്ഷരം വരുന്നത്. അതുതന്നെയാണ് ഓം നമോ നാരായണായുടെ ഏറ്റവും വലിയ ശക്തിയും. ഓം എന്നാൽ പരബ്രഹ്മമാണ്. ഇത് അൾട്ടിമേറ്റ് പവറാണ്. ഇത് സെനിത്ത് പവറാണ്. ഏറ്റവും വലിയ ശക്തിയാണ്, പരബ്രഹ്മമാണ്. അത് ഓം നമോ നാരായണയ്ക്കകത്ത് ഓൾറെഡി ഉണ്ട്. പിന്നെ 8 അക്ഷരങ്ങൾ അങ്ങനെയാണ് വരുന്നത്. ഇനി ഓം നമോ നാരായണായ അഷ്ടപ്രകൃതികളെ നിയന്ത്രിക്കാൻ ശക്തിയുള്ള മന്ത്രമാണ്. അഷ്ടപ്രകൃതികൾ എന്നാ? പഞ്ചഭൂതങ്ങൾ, നമ്മുടെ ശരീരത്തിനുള്ളിലെ പഞ്ചഭൂതങ്ങൾ: ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം. ഈ പഞ്ചഭൂതങ്ങൾ നമ്മുടെ ശരീരത്തിനുള്ളിലുമുണ്ട്. ഈ പഞ്ചഭൂതങ്ങളെ നിയന്ത്രിക്കാനുള്ള ശക്തിയും അതോടൊപ്പം മനസ്സ്, ബുദ്ധി, അഹങ്കാരം, അങ്ങനെ 8 പ്രകൃതികളെ നിയന്ത്രിക്കാനുള്ള ശക്തി ഓം നമോ നാരായണയ്ക്കകത്തുണ്ട്. ഓം നമോ നാരായണായ ജപിച്ചാൽ പിതൃപ്രീതി അപ്പോഴേ ഉണ്ടാകും. പിതൃപ്രീതി ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. പിതൃപ്രീതി ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ ഓം നമോ നാരായണായ ഈ പറയുന്ന രീതിക്കൊരു രഹസ്യമുണ്ട്. അതായത് എന്താണ്? ഇടത് കാല് മുന്നോട്ട് വെച്ച്
എന്തിനാണ് ഇടതുകാല് മുന്നോട്ട് വയ്ക്കുന്നത്? ഇടതുകാല് മുന്നോട്ട് വയ്ക്കുമ്പോൾ വലത് കല പ്രവർത്തിക്കുന്നു, വലത് കലയിലെ ശരം പ്രവർത്തിക്കുന്നു. ഇത് ശരനൂൽ വിദ്യയാണ്. അപ്പം ഇടതുകാല് മുന്നോട്ട് വെച്ച് വലത്ത് കല അപ്പോൾ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കും. വലത് കല പ്രവർത്തിക്കുമ്പോൾ പെട്ടെന്ന് കാര്യസാധ്യമുണ്ടാകും. അതാണ് അതിൻ്റെ പുറകിലെ രഹസ്യം. പിന്നെ എന്തുകൊണ്ട് വിരലുകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ചെയ്യണമെന്ന് പറഞ്ഞു? നമുക്ക് എങ്ങനെ വേണേലും പ്രാർത്ഥിക്കാം, എങ്ങനെ വേണേലും ചെയ്യാം. പക്ഷേ ഈ പറഞ്ഞ കാര്യം ഈ പറഞ്ഞ രീതിയിൽ ചെയ്യുമ്പോഴാണ് അത് ഫലമുണ്ടാകുന്നത്. ഇങ്ങനെ വിരലുകൾ എന്തുകൊണ്ട് ചേർത്ത് പിടിക്കാൻ പറഞ്ഞു? വിരലുകളുടെ അഗ്രങ്ങളിൽ ചാലുകളുണ്ട്, ചാലുകൾ. ഈ ചാലുകളെയാണ് വിരൽ അടയാളങ്ങൾ എന്ന് പറയുന്നത്. ഈ ചാലുകൾ ഉപയോഗിച്ചാണ് നാം സ്പർശം എല്ലാം തൊട്ടറിയുന്നത്. ഊർജത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ വസ്തുക്കളെ തിരിച്ചറിയാനൊക്കെ ആ വസ്തുക്കളെക്കുറിച്ച് ആ ഒരു ഊർജ്ജ രൂപത്തിലുള്ള അറിവ് ലഭിക്കാൻ ആ സ്പർശത്തിലൂടെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ചാലുകൾക്ക് പ്രാധാന്യമുണ്ട്. വിരലിൻ്റെ അറ്റത്തിലുള്ള ചാലുകൾ, വിരൽ അടയാളം, അതിന് പ്രാധാന്യമുണ്ട്. ആധുനിക കാലത്ത് ഈ വിരലടയാളം, പെരുവിരലിൻ്റെ ആ ഒരു വിരലടയാളം കൊണ്ട് തന്നെ, അല്ലെ എല്ലാ വിരലടയാളങ്ങളും കൊണ്ട് തന്നെ ഒരാളുടെ ഈ ഒരു വിരലടയാളം കൊണ്ട് തന്നെ ഒരാളുടെ ഐഡൻറ്റിറ്റി മനസ്സിലാക്കാൻ പറ്റും, പെരുവിരലിൻ്റെ തന്നെ. അപ്പോൾ ആധുനിക കാലത്ത് ഈ വിരലടയാളങ്ങൾ മറ്റു വിരലുകളുടെ ആണെങ്കിലും വിരലടയാളങ്ങൾ കൊണ്ട് പഠനങ്ങൾ നടത്തി നിരവധി കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് വിരലടയാളങ്ങൾ. കേസ് അന്വേഷണം, ഒരു വ്യക്തിയെക്കുറിച്ച് അറിയാൻ, ഒരു വ്യക്തിയുടെ സ്വഭാവം അറിയാൻ, ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റി അറിയാനൊക്കെ വിരലടയാളങ്ങൾ ആധുനിക കാലത്ത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വിരലടയാളങ്ങളുടെ പ്രത്യേകത മനസ്സിലായല്ലോ. ഈ വിരലടയാളങ്ങൾക്ക് പ്രത്യേക ശക്തിയുണ്ട് ഊർജ്ജപ്രവാഹത്തിന്, കണ്ടോ? അതുകൊണ്ട് വിരലടയാളങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. ചേർത്ത് വെച്ച് ഈ കൈകൾ ഇങ്ങനെ ചേർത്തല്ല വെക്കുന്നത്, അല്പം അകത്തിയാണ് വെക്കുന്നത്. കാരണം നമ്മൾ ഇങ്ങനെ ഒരു ആകൃതിക്ക് വളരെ പ്രാധാന്യമുണ്ട് ഊർജം സ്വീകരിക്കാൻ. അതുകൊണ്ട് അല്പം അകത്തി വെക്കുക. ഇത് ഇങ്ങനെ വെച്ച് നെഞ്ചിൻ്റെ നേരെ വെക്കുക. നെഞ്ചിൻ്റെ തൊട്ട് ചേർത്ത് വെക്കേണ്ട, നേരെ വെച്ചാൽ മതി. അങ്ങനെ അപ്പം നല്ല രീതിയിലുള്ളൊരു ഊർജ്ജപ്രവാഹം നമുക്ക് ചെല്ലുമ്പം തന്നെ നമുക്കത് അനുഭവിക്കും. നെഞ്ചിൻ്റെ ഭാഗമാണ് അനാഗത ചക്രം. അവിടെയാണ് സദാശിവൻ കുടികൊള്ളുന്നത്. അവിടെയാണ് പഞ്ചപ്രാണനിൽ ഒന്നായ പ്രാണൻ കുടികൊള്ളുന്നത്. അനാഗത ചക്രത്തിൽ സദാശിവൻ കുടികൊള്ളുന്നു എന്ന് പറഞ്ഞാൽ, അനാഗത ചക്രത്തിൽ സദാശിവൻ എന്ന് വെച്ചാൽ സദാ മംഗളകാരിയാണ്. എപ്പോഴും നല്ല മംഗളകരമായ കാര്യങ്ങൾ നൽകുന്നതാണ് സദാശിവൻ. അതാണ് നെഞ്ചിൻ്റെ പ്രത്യേകത. ഹൃദയത്തിലാണ് നമ്മളുടെ വികാരങ്ങൾ. പിന്നെ നമ്മളെക്കുറിച്ച് എപ്പോഴും സംബോധന ചെയ്യുമ്പം നെഞ്ചിൽ ചൂണ്ടിയാണ് ഞാൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എത്ര ഒരു വലിയ വിദ്യാഭ്യാസം അല്ലെങ്കിൽ വ്യത്യസ്തമായി ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ പോലും ഇങ്ങനെ ഞാൻ എന്ന് പറയാറുണ്ടോ? എന്താ അങ്ങനെ പറയാൻ പറയാമല്ലോ? കയ്യെ കയറി ആരെങ്കിലും പിടിക്കുമോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാണ് ഞാനെന്ന് നെഞ്ചെ ചൂണ്ടി പറയുന്നത്? നെഞ്ചിൽ ചേർത്ത് കൈവച്ച് പറയുമ്പോഴാണ് ഞാനെന്നുള്ള ഫീലിങ്സ് എനിക്കുണ്ടാകുന്നത്, അവനവനുണ്ടാകുന്നത്. അവിടെയാണ് നെഞ്ചിൻ്റെ പ്രത്യേകത. അപ്പോൾ അനാഗത ചക്രം നെഞ്ചിലാണ്, പ്രാണൻ നെഞ്ചിലാണ്, വികാരങ്ങൾ ഒക്കെ ആ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ടാണ് ആ നെഞ്ചിന് നേരെ ഇങ്ങനെ ഒരു ഊർജ്ജപ്രവാഹം ഉണ്ടാകാൻ വേണ്ടി ഇങ്ങനെ വെച്ച് നെഞ്ചിൻ്റെ തൊട്ടടുത്തല്ലാതെ അല്പം മുന്നോട്ട് വെച്ച് ഓം നമോ നാരായണായ ജപിക്കണമെന്ന് പറഞ്ഞത്. ഇങ്ങനെ ഒരു 21 ദിവസം രാവിലെ കുളി കഴിഞ്ഞ് 1 മിനിറ്റ് ജപിച്ചാൽ തന്നെയും ആ വ്യക്തിയുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും, പിതൃപ്രീതി ഉണ്ടാകും, ജീവിതത്തിലെ ദുരിതങ്ങൾ മാറും. ഇത് അച്ചട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. വിശ്വാസത്തോടുകൂടി ചെയ്യണമെന്ന് മാത്രം. ചെയ്തു കഴിഞ്ഞ് ശരിയാകുമോ, ശരിയായോ എന്ന് വിചാരിച്ചാൽ ആ ചെയ്യുന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്നാണ് അർത്ഥം. സംശയത്തോടുകൂടി ഏത് കാര്യം ചെയ്താലും ഫലമുണ്ടാകത്തില്ല. അതൊരു തൊഴിലാണേലും, ഒരു കുടുംബജീവിതത്തിലാണേലും, ഒരു പ്രവൃത്തിയാണേലും, ഒരു പ്രാർത്ഥനയാണേലും സംശയത്തോടു കൂടി ചെയ്യുന്നവരാരും രക്ഷപ്പെട്ടിട്ടില്ല. നല്ല വിശ്വാസത്തോടു കൂടി ചെയ്യുന്നതാണ്. അത് പ്രാർത്ഥനയായാലും തൊഴിലാണേലും എന്താണേലും. അപ്പോൾ അത് വിശ്വാസത്തോടു കൂടി ചെയ്യുക. തീർച്ചയായിട്ടും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഒരു സംശയം വേണ്ട. ചെയ്തവർക്ക് ഗുണമുണ്ടായ കാര്യമാണ് ഈ പറഞ്ഞു തരുന്നത്. ഈ പണം വയ്ക്കുന്നതിന് ചില രീതികളുണ്ട്. ഞാനീ പറയുന്ന കാര്യം നിങ്ങളൊരു 6 മാസം ഇനിയും പറയാൻ പോകുന്ന കാര്യം ഒരു 6 മാസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കേ. പണം വർദ്ധിച്ചു വരുമോ ഇല്ലയോ എന്നറിയാം. നിങ്ങൾ ചെയ്തു നോക്കുക. നമ്മളെ എല്ലാം ഈ ഷർട്ടിന് പോക്കറ്റുണ്ട്. ആ പോക്കറ്റ് വെളിയിലാണ്. നമ്മൾ അകത്തൊരു പോക്കറ്റ് തയ്പ്പിക്കുക. അകത്ത് തയ്പ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇടത് നെഞ്ചിൻ്റെ ഭാഗത്ത് വേണം.
ഷർട്ടിനുള്ളിൽ ഒരു പോക്കറ്റ് തയ്പ്പിക്കുക. ആ പോക്കറ്റിനകത്ത് പണം വയ്ക്കുക. ഇതൊരു 6 മാസമെങ്കിലും നിങ്ങളിങ്ങനെ ചെയ്യണം. പണം വെക്കണം. നിങ്ങളുടെ കിട്ടുന്ന പണം അവിടെ വെക്കുക. ചെറുതാണേലും വലുതാണേലും ഏത് തുകയാണേലും അവിടെ വെക്കുക. തീർച്ചയായിട്ടും പണം വർദ്ധിച്ചു വരും. അതുപോലെ തന്നെ ഈ മൊബൈലുണ്ട്, മൊബൈലിൻ്റെ ഇതുപോലുള്ള കവർ മേടിക്കണം. ഇത്രയും കവർ കണ്ടല്ലോ, ഇത്രയും കവർ മേടിച്ചിട്ട് ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ ATM കാർഡ് വെച്ചിട്ട് മൊബൈൽ വെക്കുക. പിന്നെ ഇതൊക്കെ സൂക്ഷിക്കേണ്ട നിങ്ങളുടെ കടമയാണ്. ഇങ്ങനെ മൊബൈൽ വെക്കുക. ATM കാർഡ് ഇവിടെ വെച്ചിട്ട് മൊബൈൽ ഇങ്ങനെ വെക്കുക. നിങ്ങളൊരു 6 മാസം ചെയ്ത് നോക്കിക്ക് ധനം വർദ്ധിച്ചു വരും. അതിൻ്റെ പുറകിൽ ചില രഹസ്യങ്ങളുണ്ട്. ഞാനെന്നല്ല ആര് പറഞ്ഞാലും പറയുന്ന അപ്പടി അങ്ങ് വിഴുങ്ങരുത്. മനസ്സിൽ പറയുന്ന അപ്പടി വിശ്വസിക്കരുത്. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ആര് പറഞ്ഞാലും അതിൻ്റെ പുറകിൽ യുക്തിയുണ്ടോ, അത് നല്ല കാര്യമാണോ, ചെയ്തു നോക്കുക ഫലം കിട്ടുമോ എന്ന്. നല്ല കാര്യമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. അല്ലാതെ ആര് പറഞ്ഞെന്ന് കരുതി ഒരു കാര്യം നിങ്ങൾ അംഗീകരിക്കരുത്. എനിക്ക് അനുഭവമുള്ള, ഞാൻ പറഞ്ഞു കൊടുത്ത് ചെയ്ത് ജീവിതം മാറിയ നല്ല കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഒരിക്കലും ദോഷമുണ്ടാകുന്ന കാര്യമല്ല, ഗുണം മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പേഴ്സല്ല ഈ അകത്തൊരു പോക്കറ്റ് തയ്പ്പിച്ച് അതിൻ്റെ അകത്ത് പണം വയ്ക്കാൻ പറഞ്ഞത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കവറിനുള്ളിൽ ATM കാർഡ് വെച്ച് ഈ മൊബൈൽ വെക്കാൻ പറഞ്ഞത്? അതിൻ്റെ പുറകിലുള്ള കാര്യം എന്താണ്? അതുകൂടെ മനസ്സിലാക്കണം. നമ്മളുടെ കയ്യിൽ തന്നെ ഹൈഡായിട്ട്, അതായത് നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ കാണാത്ത രീതിയിൽ ഇതുപോലെ പണവും കാര്യങ്ങളും വെച്ചാൽ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിൽ കൂടുതൽ ജാഗ്രത ഉണ്ടാകും. അത് സബ് കോൺഷ്യസ് മൈൻഡിൽ ആ ചിന്ത ഓൾറെഡി ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടായി വരും. സബ് കോൺഷ്യസ് മൈൻഡിൽ എത്തുന്ന ഏതൊരു കാര്യവും പെട്ടെന്ന് അത് കാര്യസാധ്യമുണ്ടാകും. അതാണ് അതിൻ്റെ രഹസ്യം. സബ് കോൺഷ്യസ് മൈൻഡിന് യുക്തിയില്ല. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ശിവബോധം, ശുദ്ധമായ ബോധം എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് പറയാം. അപ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എന്ത് ചെന്നാലും അത് നടക്കും. അപ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡിന് യുക്തിയില്ല. അതുകൊണ്ടാണ് നമ്മൾ സിനിമ കാണുമ്പോൾ, സിനിമയാണെന്ന് അറിയാമെങ്കിലും ആ സിനിമയിലെ ഒരു വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു ഭാഗം കാണുമ്പോൾ നമ്മൾ അറിയാതെ കരഞ്ഞു പോകും. കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് യുക്തിയില്ല. അതുകൊണ്ട് തന്നെയാണ് സിനിമയാണെന്ന് നമുക്കറിയാം, അഭിനയിക്കുന്നതാണെന്നറിയാം, പക്ഷേ എങ്കിലും ചിലപ്പം കരഞ്ഞു പോകും. സബ് കോൺഷ്യസ് മൈൻഡിലേക്ക്, ഡീപ്പ് മൈൻഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ യുക്തിയില്ല. അപ്പോൾ അവിടത്തേക്ക് എത്താൻ ഏറ്റവും മാർഗമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ ചില കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ തന്നെ ഹൈഡാക്കി വെക്കുമ്പോൾ, ഒളിപ്പിച്ച് വെക്കുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് കൂടുതൽ ചിന്ത വരും. അതാണ് അതിൻ്റെ രഹസ്യം. ഓരോന്നിനും ഓരോ കാരണമുണ്ട്. എല്ലാത്തിലും ശാസ്ത്രമുണ്ട്. അല്ല, നമുക്കറിയാവുന്ന, നമുക്കിഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളിൽ മാത്രമല്ല ശാസ്ത്രം. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന, കേൾക്കുന്ന, നിലനിൽക്കുന്ന എല്ലാ കാര്യത്തിലും അതിൻ്റേതായ ശാസ്ത്രമുണ്ട്. അതുകൊണ്ടാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. ബിക്കോസ് ദേ ആർ എക്സിസ്റ്റ് ചെയ്യുന്നതിന് പുറകിൽ ശാസ്ത്രമുണ്ട്. അത് എന്തായാലും ആ ശാസ്ത്രം ചിലപ്പോൾ പഠിച്ചു വരാൻ വർഷങ്ങളെടുക്കും, ചിലപ്പം കാലം കൊണ്ട് തെളിയിക്കുന്ന ശാസ്ത്രമായിരിക്കാം. എല്ലാത്തിൻ്റെ പുറകിൽ അതിൻ്റേതായ ശാസ്ത്രമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പുറകിൽ ഓരോ കാര്യകാരണങ്ങളുണ്ട്. നമ്മളുടെ ഉള്ളിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ എത്തുന്ന ഏതൊരു ചിന്തയുമാണ് അത് ഫലം കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ദാനം ചെയ്യുന്നു. ഈ ദാനം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താ? ഞാനിപ്പോൾ ഒരു കൃഷ്ണൻ എന്ന് പറയുന്ന ആൾക്ക് ഞാനൊരു ദാനം ചെയ്തു. അപ്പം ഞാനും കൃഷ്ണൻ എന്ന് പറഞ്ഞ ആളുമാണത് അറിയുന്നതെന്ന് വിചാരിക്കുക. ഞാൻ പിന്നീട് ഇപ്പം ദാസൻ എന്ന് പറയുന്ന ഒരാൾക്ക് ദാനം ചെയ്തു. ഉദാഹരണം പെട്ടെന്ന് മനസ്സിലാക്കാനാണ്. അപ്പം ഞാനും ദാസനുമാണ് അത് അറിയുന്നതെന്ന് വിചാരിക്കുക. ഇവിടെയെല്ലാം പലർക്കും ഞാൻ ദാനം ചെയ്യുമ്പോഴും പൊതുവായിട്ട് ഏറ്റവും ആദ്യം അറിയുന്ന വ്യക്തി ഞാൻ തന്നെയാണ്, എൻ്റെ മനസ്സ് തന്നെയാണ്. അപ്പം എൻ്റെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടുകയാണ്. ആ മനസ്സ് ശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് എൻ്റെ മനസ്സിലൊരു ദാനം ചെയ്യുമ്പോൾ നല്ല ഒരു സന്തോഷമുണ്ടാകുകയാണ്, മനഃശുദ്ധി ഉണ്ടാകുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടുകയാണ്. ആ ശുദ്ധബോധം പെട്ടെന്ന് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തും. അത് തന്നെയാണ് ശുദ്ധബോധം തന്നെയാണ് സബ് കോൺഷ്യസ് മൈൻഡ്. അത് പ്രപഞ്ചബോധവുമായിട്ട് കണക്ട് ചെയ്താണ് എന്നിലേക്ക് സമൃദ്ധി, അല്ലെ എന്നിലേക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ദാനം അതുപോലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ പരിവർത്തനം വരുത്തും എന്ന് പറയുന്നതിൻ്റെ കാര്യം. അപ്പം ഈ എല്ലാം ആ ശുദ്ധമായ ഒരു ബോധത്തെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സബ് കോൺഷ്യസ് മൈൻഡിനെ ആക്ടിവേറ്റ് ആക്കുന്ന കാര്യങ്ങളാണ് ജീവിതത്തിലെല്ലാം എല്ലാ പരിവർത്തനങ്ങളും വരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു മന്ത്രം കൂടുതൽ ജപിക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം. അപ്പോൾ ഒറ്റ ചിന്ത മനസ്സിലേക്ക് വരത്തുള്ളൂ, മറ്റു ചിന്തകൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇല്ലാതാകും.
ഒരു ചിന്ത വരുമ്പോൾ, ആ ഭാവം മനസ്സിൽ കൂടുതലായിട്ട് വരുമ്പോൾ അത് അനലറ്റിക് മൈൻഡിൽ നിന്ന് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പതുക്കെ ആ ചിന്ത പോകും, ആ മന്ത്രബോധം പോകും. അപ്പോൾ ആ കാര്യം സാക്ഷാത്കരിക്കും. അതിനാണ് ഒരു മന്ത്രം ഇത്ര ലക്ഷം ഉരുന്ന് ഓരോ മന്ത്രത്തിനും കണക്കുണ്ട്, ചൊല്ലുമ്പോൾ സിദ്ധി വരുന്നു എന്ന് പറയുന്നൊരു രഹസ്യം അതാണ്. അതുപോലെ തന്നെ ഒരു ചിന്ത തന്നെ നിങ്ങൾ ഒരുപാട് തവണ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് യാഥാർത്ഥ്യമാകുന്നതിൻ്റെ രഹസ്യവും അതുതന്നെയാണ്. അപ്പോൾ ഇതെല്ലാത്തിൻ്റെ പുറകിലും അതിൻ്റേതായ ചില ശാസ്ത്രമുണ്ട്. അത് മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുമ്പോഴാണ് അത് ഫലമുണ്ടാകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ ഗുണം തരുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമ്മളിപ്പം നമ്മളുടെ മനസ്സിൽ എപ്പോഴും സങ്കടമാണ് എന്നുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിൽ സങ്കടമാണെന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് എപ്പോഴും സങ്കടം തന്നെ വന്നുകൊണ്ടിരിക്കും. നമ്മുടെ മനസ്സിൽ സന്തോഷമാണെങ്കിൽ എപ്പോഴും നമ്മളിലേക്ക് സന്തോഷം വന്നുകൊണ്ടിരിക്കും. ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എന്തെത്തുന്നോ അത് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുമെന്നുള്ളതാണ്. നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ പല തവണയാകുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആ സന്തോഷം എത്തും. ആ സന്തോഷം എത്തിക്കഴിയുമ്പോൾ നമ്മളിലേക്ക് ആകർഷിക്കുന്നതെല്ലാം നല്ല കാര്യങ്ങളും സന്തോഷമുള്ള കാര്യങ്ങളുമായിരിക്കും. അതേസമയം എപ്പോഴും സങ്കടമായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാളുടെ മനസ്സിലേക്ക് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആ സങ്കട ചിന്തകൾ ചൊല്ലുമ്പോൾ, അല്ലെങ്കിൽ നിരാശ ചൊല്ലുമ്പോൾ, നിരാശയുള്ള കാര്യങ്ങളായിരിക്കും ഈ വ്യക്തിയിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെയുള്ളവരാണ് പല ആവശ്യമില്ലാത്ത കാര്യങ്ങളിലും പോയി ചാടി ഒക്കെ ജീവിതം താറുമാറായി പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? സങ്കടപ്പെട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല, ഒരു ഗുണം ഉണ്ടാകത്തില്ല. അതുപോലെ നിരാശ കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ആരും ഒന്നും നേടിയിട്ടില്ല. ടെൻഷൻ അടിച്ചതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ആരും ഒന്നും നേടിയിട്ടില്ല. സങ്കടപ്പെട്ടിരുന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ആരും ഒന്നും നേടിയിട്ടില്ല. അത് ഒരു പ്രയോജനമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് സന്തോഷിച്ചിരിക്കുക. അതുകൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് ആളുകൾ ജീവിതം തിരിച്ചു പിടിച്ചിട്ടുണ്ട്, ജീവിതം നേടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇത് പറയാനൊരു കാര്യം, എൻ്റെ അപ്പൂപ്പൻ, എൻ്റെ അമ്മയുടെ അച്ഛൻ കാവാലത്ത് ആണ് ജീവിച്ചിരുന്നത്. അദ്ദേഹം ഒരു കൃഷിക്കാരനായിരുന്നു. അദ്ദേഹം സങ്കടപ്പെടാനാണെങ്കിൽ ഏറ്റവും വലിയ രീതിയിൽ സങ്കടപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒക്കെ അദ്ദേഹത്തിന് വളരെയധികം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു കർഷകനായിരുന്നു, പിന്നെ കുറച്ച് ജ്യോതിഷമൊക്കെ അറിയായിരുന്നു. അദ്ദേഹം വളരെ സന്തോഷവാനായിരുന്നു. ചെറിയ കൃഷികൾ ചെയ്ത് ജീവിതം പുലർത്തിയിരുന്ന ആളാണ്. അദ്ദേഹത്തിന് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഉള്ളതിൽ എപ്പോഴും സന്തോഷവാനായിരുന്നു. അദ്ദേഹം ചീരയൊക്കെ നട്ടു കഴിഞ്ഞാൽ അത് ആരെങ്കിലും വന്ന് ചോദിച്ചാൽ അത് പുള്ളി പറിച്ചങ്ങ് കൊടുക്കും. അവിടെ വേറൊന്നും പൈസയും മേടിക്കത്തില്ല. അങ്ങനെയുള്ളൊരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് എപ്പോഴും സന്തോഷവാനാണ്. എന്തുകൊണ്ട്? ജോലി ചെയ്യുന്നതിൻ്റെ ഒരംശം ദാനം ചെയ്യുമായിരുന്നു, ഒന്നും മേടിക്കാതെ. പിന്നെ മനസ്സിൽ എപ്പോഴും സന്തോഷമാണ്, ഉള്ളതിൽ സന്തോഷിക്കുമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഒരു ദിവസം പോലും അദ്ദേഹം കിടന്നില്ല. ഒരു ദിവസം പോലും കിടക്കാതെ പെട്ടെന്നാണ് അദ്ദേഹം മരിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരിക്കലും ദുരിതമില്ല. ദുരിതമുള്ളവരും നിരാശയുള്ളവരുടെയും മനസ്സിൽ അത് തന്നെ വന്നുകൊണ്ടിരിക്കും. അവരാണ് കിടന്ന് നരകിച്ചൊക്കെ അങ്ങ് ജീവിതത്തിൽ എന്നും ദുരിതങ്ങളുണ്ടാകും. അദ്ദേഹം സന്തോഷവാനായിരുന്നു. എല്ലാവരോടും സന്തോഷപരമായിട്ടാണ് ഇടപെട്ടിരുന്നത്. അദ്ദേഹം ആ ഇല്ലായ്മകളിലും വളരെ സന്തോഷത്തോടു കൂടി ചിരിച്ചു, സംസാരിച്ചു, എല്ലാവരോടും നല്ല കാര്യങ്ങൾ പറഞ്ഞു. ആ ഉള്ളതുകൊണ്ട് സന്തോഷമായിട്ട് ജീവിച്ചു. അപ്പോൾ ആ സന്തോഷമാണ് ആ ജീവിതത്തിലെ സന്തോഷത്തെ ആകർഷിക്കുന്നത്. അപ്പം ഞാനത് നേരിട്ട് എനിക്ക് കണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അദ്ദേഹം എന്നാൽ ഈ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എങ്കിലും തന്നെയും ആ ഉള്ളതുകൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ പഠിച്ചു. ഇപ്പം നമ്മുടെയൊക്കെ പലരുടെയും പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, നമുക്ക് എത്ര ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു നിരാശാബോധമുണ്ട്. ആ നിരാശാബോധം പല തവണയാകുമ്പോൾ അത് അനലറ്റിക് മൈൻഡിൽ നിന്ന് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തും. അങ്ങനെ എത്തുമ്പോൾ ഇതുപോലെ നിരാശപ്പെട്ട് നടക്കുന്ന വ്യക്തികളായിരിക്കും നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അല്ലെങ്കിൽ ഈ നിരാശ കൊണ്ട് പല കുറ്റകൃത്യങ്ങളും പോകുന്ന, അല്ലെ തട്ടിപ്പുകളിലും പോകുന്ന ആളുകൾ നമ്മുടെ അടുക്കളയിലേക്ക് വരും. ആവശ്യമില്ലാത്തവരെയൊക്കെ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും. നമ്മളും ആ ദുരിതങ്ങളിലേക്ക് പോകും. അതാ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിരാശ കൊണ്ടും സങ്കടം കൊണ്ടും ജീവിതത്തിൽ ആരും ഒന്നും നേടിയിട്ടില്ല. സന്തോഷമായിട്ടിരിക്കുക, വെറുതെ സന്തോഷിക്കുക. ആ സന്തോഷത്തിന് ജീവിതത്തെ മാറ്റാൻ പറ്റും. എല്ലാവരോടും സന്തോഷമായിട്ട് ഇടപെടുക, എല്ലാവരും ചിരിച്ചിടപെടുക, മക്കളോട് സന്തോഷമായിട്ട് പെരുമാറുക. അച്ഛൻ മക്കളോടും ഭാര്യയോടും സന്തോഷമായിട്ട് പെരുമാറുക. ഭാര്യ അമ്മയാണെങ്കിൽ അച്ഛനോടും മക്കളോടും എല്ലാവരോടും ചുറ്റുമുള്ളവരോടും എല്ലാം സന്തോഷമായിട്ട് പെരുമാറുക. ചുമ്മാ സന്തോഷിക്കുക. അങ്ങനെ സന്തോഷിക്കാൻ പറ്റും. ഒരു കാര്യമില്ലെങ്കിൽ പോലും നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും.
അങ്ങനെ ഇരിക്കുന്നതാണ് യഥാർത്ഥ ധ്യാനം, യഥാർത്ഥ മെഡിറ്റേഷൻ. ആ സന്തോഷത്തിലാണ് ഈ പ്രപഞ്ചം മുഴുവനും നമുക്ക് ഏറ്റവും സുഖകരമായ അനുഭവമായി തീരുന്നത്. ആ സന്തോഷത്തിൽ നമ്മൾ കുറേ നാൾ ഇരുന്ന് കഴിയുമ്പോൾ നമ്മളിലേക്ക് ഈശ്വരീയമായ ചിന്തകൾ, നല്ല നല്ല ഭാവനകൾ, നല്ല നല്ല വ്യക്തികൾ ഒക്കെ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും. തീർച്ചയായിട്ടും നമ്മൾ പ്രപഞ്ചത്തിലെ നല്ല കാര്യങ്ങളുടെ ഭാഗമായി തീരും. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവോഹം ശിവോഹം.